പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതായത് നമ്മൾ ഇടുക്കി ജില്ലയിലെ അണക്കര എന്ന് പറയുന്ന സ്ഥലത്ത്, വളരെ പ്രശാന്ത സുന്ദരമായ സ്ഥലമാണ്. ആ സ്ഥലത്ത് ബാക്ക്ഗ്രൗണ്ടിലെല്ലാം ഭയങ്കര ചുറ്റുപാട് മുഴുവൻ മഞ്ഞാണ്, മഞ്ഞ് കയറി നിൽക്കുകയാണ്. ആ മഞ്ഞിൻ്റെ ഇടയിലാണ്, ആ തണുപ്പിൽ നിന്നാണ് ഇപ്പം നമ്മൾ സംസാരിക്കുന്നത്. ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് സീനുകൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇത് മറ്റുള്ള ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് സഹായിക്കണം. അപ്പം നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്. ഈ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു, കാണുക. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒന്ന് പരിചയപ്പെടുത്താം. ഇത് സജി, ഇത് സാബു. രണ്ടുപേരും ചേട്ടനും അനിയന്മാരാണ്. അവരുടെ ഒരു കന്നുകാലി ഫാമിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടം സ്വർഗമാണെന്ന് പറഞ്ഞ ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ മോഹൻലാൽ ഇങ്ങനെ നടത്തുന്ന ഒരു ഫാം പോലെയുള്ള ഒരു ഫാമും കാര്യങ്ങളുമായിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. കൃഷിയുണ്ട്, അതുപോലെ തന്നെ കന്നുകാലിയുടെ മെയിനായിട്ടൊരു ഫാമുണ്ട്. അവിടെ 10-20ഓളം കന്നുകാലികളുണ്ട്. അവയെല്ലാം വളരെ നല്ല രീതിയിൽ പരിപാലിച്ച് പാല് കൃഷി ചെയ്യുന്ന ഒരു കർഷകരാണ് രണ്ടുപേരും, വളരെ നല്ല രീതിയിൽ. ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം മിൽമയുടെ കീഴിലുള്ള ചെല്ലാർകോവിൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൻ്റെ പ്രസിഡൻ്റാണ് മിസ്റ്റർ സജി. സജിചേട്ടൻ വളരെ നല്ല രീതിയിൽ ഈ ഇതുമായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനിയൻ എല്ലാവിധ സപ്പോർട്ടുകളുമായിട്ട് അവർ രണ്ടുപേരും ചേർന്നാണ് വളരെ നല്ല രീതിയിൽ ഇത് പ്രവർത്തിച്ചുകൊണ്ട് പോകുന്നത്. അതുപോലെ തന്നെ വേറൊരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഈ കന്നുകാലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫീൽഡ് ആയതുകൊണ്ട് ഇതാ അവിടെ പുള്ളി പെരനിറഞ്ഞ് നിൽക്കുകയാണ്. ഈ എന്താണ് ആ സിനിമയിൽ പറയുന്ന പോലെ അദ്ദേഹത്തിന് ഇതുവരെ ഒരു കല്യാണം കഴിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്ന ആൾക്കാരോട് പറയാനുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് വിവാഹം ചെയ്തതിന് ശേഷം മാത്രമേ ഈ കന്നുകാലിയുമായിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചിലപ്പോൾ നിന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മോഹൻലാലിന് ആ സിനിമയ്ക്കകത്ത് പെണ്ണ് കെട്ടാൻ ബുദ്ധിമുട്ട് വന്നതുപോലെയുള്ള ഒരു സാഹചര്യമാണ്. അപ്പം ഇതിലേക്ക് പോവുകയാണ്. അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് വളരെ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പം കൃഷി നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം അല്ലേ. നമുക്ക് പെട്ടെന്ന് നമുക്ക് കന്നുകാലികളെ കാണാം അല്ലേ, ശരിയല്ലേ? ഓക്കെ, എന്നാ ബാ. അപ്പോൾ ഇതിനെ പശുവിനെ രാവിലെ കുളിപ്പിക്കുകയാണ്. ഇതിനെ കുളിപ്പിച്ച് കുട്ടപ്പിമാരാക്കിയിട്ട് വേണം ഇത് നമുക്ക് കറവയൊക്കെ തുടങ്ങാൻ വേണ്ടി. അപ്പോൾ ഇതിന് അതിരാവിലെ 5:30 മണിക്ക് തുടങ്ങുന്നതാണ് ഇവരുടെ ഒരു ദിവസം. തുടക്കത്തിൽ കൂട് വൃത്തിയാക്കി പശുക്കളെ കുളിപ്പിച്ച് വൃത്തിയാക്കി കാലിത്തീറ്റയും പുളിമ്പൊടിയും ചേർത്ത് കുടി കൊടുത്തതിന് ശേഷമാണ് കറവ ആരംഭിക്കുന്നത്. കറവ മെഷീൻ ഉപയോഗിച്ചാണ് ഭൂരിഭാഗം പശുക്കളെയും പാൽ കറക്കുന്നത്. നമ്മളെ കണ്ടപ്പോൾ നോക്കുക, പശു നോക്കി നിൽക്കുക. പശുക്കളെല്ലാം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. ക്യാമറയിലേക്കാണ് നോക്കുന്നത്. പിടിച്ചു 1, 2, 3 ചരിവ് നിങ്ങൾ പിടിച്ചു കാന അതെ അപ്പം കറവ മെഷീൻ എടുത്തു. കറവ മെഷീനുമായിട്ട് കറക്കാൻ വേണ്ടി പോവാണ്. പൈപ്പ് സെറ്റ് ചെയ്യുന്നു അല്ലേ? എയർ പൈപ്പോ? മെഷീൻ ഓൺ ചെയ്യാൻ പോവാണ്. മെഷീൻ ഓൺ ചെയ്ത് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് പോവാം. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചെയ്ത വെള്ളമാണ്. അത് നമ്മൾ ഈ പശുവിനെ കറന്നതിന് ശേഷം കറക്കുന്നതിന് മുന്നേ ശേഷം അവർ കഴുകി അതിൻ്റെ അണുക്കൾ നമ്മുടെ സജിചേട്ടൻ നമ്മുടെ പശുവിനെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചേർത്ത ലായനി ഉപയോഗിച്ച് അതിൻ്റെ അകിട് നല്ല വൃത്തിയായിട്ട് കഴുകുകയാണ്. അപ്പം അകിട് വീട്ടോ അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും പിന്നീട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അത് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ മെഷീൻ
കറവ മെഷീൻ അതിലേക്ക് ഘടിപ്പിക്കുകയാണ്. മാനുവലായിട്ട് നമ്മൾ കൈകൊണ്ട് കറക്കുന്നൊരു സംഭവമാണ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. അത് പക്ഷേ കൈയെല്ലാം ഒരേ സമയത്ത് 2 പശുവിനെയാണ് കറക്കുന്നത്. അപ്പോൾ ഒരു പശുവിനെ ഘടിപ്പിച്ചു, അടുത്ത പശുവിനെ മെഷീൻ ഓട്ടോമാറ്റിക്കലി കറന്നെടുത്ത പാൽ അരിച്ചെടുത്ത് കുറ്റികളിലേക്ക് മാറ്റുന്നു. നമ്മൾ പരമാവധി ക്ലീൻ ചെയ്താണ് കറക്കുന്നത്. എന്നാലും വീണ്ടും ക്ലീനിങ് പ്രോസസ്സ് നടക്കുകയാണ്. ഇത് ആകാരവസ്തുവല്ലേ, അപ്പോൾ പരമാവധി വൃത്തിയായിട്ട് കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പിന്നെ ബൈ ചാൻസിലൊക്കെ എന്തെങ്കിലുമൊക്കെ വരാം. നമ്മൾ സ്ഥിരമായിട്ട് അല്ലാതെ കറന്ന് ശീലിച്ച പശുക്കളുണ്ട്. അങ്ങനെയുള്ള പശു മെഷീൻ ഘടിപ്പിക്കുമ്പോൾ അത് അസ്വസ്ഥത പ്രവർത്തിക്കും. അതുകൊണ്ട് ചില പശുക്കളെ കൈകൊണ്ട് തന്നെ കറക്കാറുണ്ട്. അങ്ങനെ സൗജന്യം ഇപ്പം കൈകൊണ്ട് കറക്കുകയാണ്. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കൈക്ക് കറങ്ങുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ ഫാമിലേക്ക് ഇവിടുന്ന് ശുദ്ധമായ പാല് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അയലോക്കത്തുള്ള ആളുകളൊക്കെ ഇങ്ങനെ രാവിലെ വന്ന് പാല് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. ഫാം ഫ്രഷ് മിൽക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അയലോക്കത്തുനിന്ന് നമ്മുടെ ഒരു സുഹൃത്ത് വന്നിരിക്കുകയാണ്. കണ്ടോ, വളരെ സന്തോഷമായിട്ട് പുള്ളി മേടിച്ചുകൊണ്ട് പോവുകയാണ്. രാവിലത്തെ ചായക്കുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇത് കൊണ്ടുപോവാണ്. പൈസ ഒന്നുമില്ല, അതുകൊണ്ട് ഫ്രീ ആണ്. പുള്ളിക്ക് സന്തോഷമായി. രാവിലെ പോയി ഇതിപ്പം ചായ അടിക്കാനുള്ള പരിപാടിയാണ്. പാല് കയറ്റാനുള്ള വണ്ടി, മിൽമയുടെ വണ്ടി, സൊസൈറ്റിയിൽ നിന്നുള്ള വണ്ടി എത്തിയിട്ടുണ്ട്. വണ്ടിയിലേക്ക് പാല് നമ്മളിപ്പോൾ എങ്ങനെ കയറ്റുന്നത് നമുക്ക് നോക്കാം. സൊസൈറ്റിയുടെ കുട്ടികളോട് ഒഴിക്കുകയാണ് എന്ന് പറയുന്നത്. ഇതിന്റെ ടെസ്റ്റ് സാമ്പിളാണ്. സാമ്പിളൊക്കെ എടുത്തായിരുന്നല്ലോ അല്ലേ? എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് വന്ന പാല് കുറ്റികളായിരിക്കുന്നത്. നമ്മുടെ കണ്ട വളർച്ചയുടെ ഒരു ഘടകം. കാലികൾക്ക് പുല്ല് കൊടുക്കാം. CO3 പുല്ല്, CO3. CO3 അരിഞ്ഞു കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ട്. അത് ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ല. ഇളമ്പുല്ലായതുകൊണ്ട് ഇപ്പോൾ അത് മിഷ്യൻ മേടിക്കാൻ വേണ്ടി കാച്ചിട്ടില്ലാഞ്ഞിട്ടാണ്. നമ്മുടെ ഫാമിലേക്കുള്ള കച്ചി എത്തിയിട്ടുണ്ട്. സാറേ കച്ചി വന്നു, കച്ചി പാ, കച്ചി വണ്ടി വന്നു. പുള്ളി പോലും അറിഞ്ഞില്ല. 200ഓളം പാൽ കർഷകർ പാല് കൊടുക്കുന്ന ചെല്ലാർകോവിൽ ക്ഷീരോത്പാദക സഹകരണ സംഘം, മിൽമയുടെ കീഴിലുള്ള ചെല്ലാർകോവിൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൻ്റെ ബഹുമാന്യനായ പ്രസിഡൻ്റാണ് ഇപ്പോൾ ഈ കച്ചി വൈക്കോലുമായിട്ട് പോകുന്നത്.
അദ്ദേഹം തൻ്റെ സ്ഥാനമാനങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല, കന്നുകാലി കൃഷി, അതായത് മൃഗസംരക്ഷണം, അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് ഇത് ചെയ്യുന്ന തൊഴിലാണ്. അതിനോടുള്ള ആ കടപ്പാട്, ആ സ്നേഹം, അതെല്ലാം അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലുമുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും തൊഴിലാളികളെ കഴിവതും ആശ്രയിക്കാതെ അദ്ദേഹം തന്നെയാണ് അതിൻ്റെ കൂടുതലും പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. കാലി ഫാമുമായി ചേർന്ന് പുൽകൃഷി നടത്തുന്നുണ്ട്. CO3 വിഭാഗത്തിൽപ്പെടുന്ന പുല്ല് ധാരാളമായി ഉൽപ്പാദിപ്പിക്കുന്നു. അല്ല, ഇത് നല്ലോണം വളർന്നല്ലേ? ഇത് ചെത്താറായോ? ആണല്ലേ? ഇവിടെ ഒരു 10 വർഷത്തോളം നിന്നാലേ ഇതുപോലെ കിട്ടില്ലേ? ഇവിടെയാണ് നമ്മൾ കാലിത്തീറ്റ സൂക്ഷിച്ചു വെക്കുന്നത്. തണുപ്പൊന്നും അടിക്കാതെ ഇത് സേഫ്റ്റി ആയിട്ട് വെച്ചിരിക്കുകയാണ്. വയറ് നിറച്ച് പുല്ലൊക്കെ തിന്നിട്ട് ഇത് അയറുന്ന സീനാണ്. വൈക്കോല് കൊണ്ടുവന്നിട്ട് വൈക്കോൽ അത് നേരെ കാലികൾക്ക് കൊടുക്കുകയല്ല ചെയ്യുന്നത്. അത് പിന്നെ ഒരു ക്ലീനിങ് പ്രോസസ്സിങ് ഉണ്ട്. അതാണിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചേച്ചേട്ടനൊരു കച്ചിക്കെട്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ആ കച്ചിക്കെട്ട് കൊണ്ടുപോയി കുറഞ്ഞ കാര്യം ഒരു വെയിലൊന്ന് നല്ലപോലെ കൊള്ളിച്ച് ഒന്ന് ചൂടാക്കി അതിൻ്റെ പൊടിയും പൊട്ടും എല്ലാം താഴേക്ക് പൊക്കോളും. ഇതിങ്ങനെ പിന്നെ ഇപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് പുതുതായിട്ട് ഇറങ്ങുന്ന യുവതലമുറകളുണ്ടല്ലോ, നമുക്ക് ഇതിലേക്ക് വരാൻ പോകുന്ന തലമുറയ്ക്ക് ഇവിടെ എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ ഇവിടെ തന്നെ ഇപ്പൊ നമ്മുടെ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു 3-ാം തലമുറയുടെ കയ്യിലോട്ട് പൊക്കൊണ്ടിരിക്കുക ഈ പ്രസ്ഥാനം. 35 വർഷം ആകും എന്ന് പറഞ്ഞാൽ പോലും 35 വർഷം കഴിയും. അപ്പൊ അതൊരു 3-ാം തലമുറ കാലഘട്ടത്തിലേക്ക് പോകുന്നു. അതിനകത്ത് താല്പര്യപ്പെട്ട് ഇപ്പോഴത്തെ തലമുറ നല്ല ഭയങ്കര വിദ്യാഭ്യാസമുണ്ട് ആൾക്കാർ വരുന്നുണ്ട്. അവര് പിന്നെ മാതാപിതാക്കൾ ചെയ്യുന്ന കണ്ടിട്ടും പിന്നെ സ്വന്തം നാട്ടിൽ ഒരു തൊഴിൽ പഠിച്ചു എന്ന് പറഞ്ഞാൽ പോലും ഇതിനോടൊരു താല്പര്യമുണ്ട്. അപ്പൊ അത് ആ ലാഭകരമാണല്ലോ. നമ്മുടെ മലയാളികളുടെ ഇടുങ്ങിയ മനസ്സിന്റെ ചിന്താഗതിയെ മാറ്റിയേ പറ്റൂ. നമ്മളെ നാട്ടിൽ തൊഴിൽ ചെയ്യുമ്പോൾ നമ്മളെ പുച്ഛോ, നമ്മളെ എല്ലാ ലക്ഷങ്ങളും സമ്പാദിച്ചാലും മലയാളി പുച്ഛോ. ഒരു വീട്ടിൽ ചെന്ന് കല്യാണ ആലോചനയായിട്ട് ചെന്നു, പെണ്ണ് കണ്ടു, പെണ്ണിന് ഇഷ്ടക്കുറവെന്ന് പറയാൻ പറ്റത്തില്ല. പെണ്ണിന് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു കഴിഞ്ഞ് ബ്രോക്കർ മുഖേന പറഞ്ഞ ഒരു വശം എന്നാന്ന് വെച്ചാൽ ഈ കന്നുകാലി വളർത്തുന്ന ഒരു ആശയമോ അതൊരുമാതിരി മന്ദബുദ്ധികളുടെ ഒരു പണിയാണ് എന്നാണ് ആ പുള്ളിക്കാരന്റെ ഒരു അഭിപ്രായം. പെണ്ണിന്റെ ഫാദർ നമ്മളെ പൂച്ചിട്ട് തള്ളി. കല്യാണം കഴിച്ചില്ല നമ്മളത് സന്തോഷമായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. നമുക്ക് കൊറോണ വന്നു കഴിഞ്ഞ് നമ്മളെ ഇപ്പൊ അംഗീകരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ തൊഴിൽ മേഖലയെ മലയാളി അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ നമുക്ക് വളരെ സന്തോഷവാനാണ്. നമ്മുടെ ടൈം ഇച്ചിരി പോയെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് സങ്കടമില്ല. ഇനിയും വരുന്ന ആൾക്കാർ നമ്മൾ ചിന്തിക്കേണ്ട എന്നാന്ന് വെച്ചാൽ കല്യാണം കഴിച്ചതിന് ശേഷം പരമാവധി മലയാളി ഇതിനകത്ത് ഇറങ്ങും. വേറെ ഏത് സ്റ്റേറ്റിലുള്ളവർക്കും കുഴപ്പമില്ല. മലയാളി
കല്യാണം കഴിച്ചതിന് ശേഷം മാത്രമേ ഇതിനകത്ത് വരാവുന്ന എന്റെ ഒരു എളിയ അഭ്യർത്ഥനയെ അപേക്ഷ. വെറും മന്ദബുദ്ധികളുടെ പണി അല്ലിത്. ഇത് ഇന്റലിജന്റ് ആയ ചെറുപ്പക്കാർ, ബുദ്ധിയുള്ളവരുടെ തന്നെ പണിയാണ്. അതിനകത്ത് നമുക്ക് അഭിമാനം. നമ്മൾ ഈ ഫാം വളരെ വിജയകരമായിട്ട് ഇനിയുള്ള നാളുകളിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും. മാത്രമല്ല പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ അടിപൊളി വീഡിയോകളുമായിട്ട് ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാണാം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അങ്ങനെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ നമസ്കാരം.